വീണ്ടും വാർത്തകളിലേക്ക്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സങ്കൽപ് പത്ര 2026 ഇന്ന് പുറത്തിറക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിലാണ് പ്രകടന പത്രിക റിലീസ് ചെയ്യുന്നത്. വികസിത ബംഗാൾ എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി ഇത്തവണ വോട്ടർമാരെ സമീപിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ബി.ജെ.പി എപ്പോഴും ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസനം മാത്രം ഊന്നിക്കൊണ്ട് തന്നെയാണ്. അതിനി ഏത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പായാലും ബംഗാളിലും അത്തരത്തിൽ തന്നെയാണ്, ഒരു വികസിത ബംഗാൾ തന്നെയാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ന് എന്തായാലും ആ സങ്കല്പ പത്ര 2026 റിലീസ് ചെയ്യുകയാണ്. എന്തെല്ലാം ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. അതായത് ഈ ബംഗാളിൽ വികസനം മാത്രമല്ല ബി.ജെ.പി ചർച്ച ചെയ്യുന്നത് സുരക്ഷ കൂടിയാണ്. അവിടെ സുരക്ഷ, രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ വളരെ പ്രധാനമാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം. ബംഗാളിലേക്ക് നമുക്കറിയാം വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റമടക്കം പശ്ചിമ ബംഗാളിൽ നിന്ന് ധാരാളമായി നടക്കുന്ന സംസ്ഥാനമാണ്. അനധികൃത കുടിയേറ്റം ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ SIR, അതായത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലെ മമതാ സർക്കാർ കൃത്യമായി ഇത്ര മാത്രം എതിർക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മമതാ സർക്കാരിൻ്റെ വലിയൊരു വോട്ട് ബാങ്കായി ഈ കുടിയേറ്റക്കാർ, അനധികൃതമായി കുടിയേറിയെത്തിയവർ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും അത്തരം ആൾക്കാരെയൊക്കെ ഒഴിവാക്കാനാണ് അവിടെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി അവിടെ മുന്നോട്ട് വെക്കുന്നത് സുരക്ഷയും അതേപോലെ തന്നെ വികസനവുമാണ്. ബി.ജെ.പിയുടെ സങ്കല്പ പത്ര ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റിലീസ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം, എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. സ്വാഭാവികമായും ബീഹാറിലും, പശ്ചിമ ബംഗാളിലും അവിടെ ഈ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകൾക്ക് പ്രതിമാസം ഏതാണ്ട് 3000 രൂപ വരെ ലഭിക്കുന്ന, അർഹതപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുമെന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. അവിടെ സ്ത്രീകൾക്കടക്കം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഊന്നൽ നൽകിയ പദ്ധതികൾ ധാരാളം ഉണ്ടാകുമെന്നുള്ളതും ലഭ്യമാകുന്നു. ഒപ്പം തന്നെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് അതിൽ ഊന്നൽ നൽകിയ പദ്ധതികളുടെ ഒരു വിവരണം, അല്ലെങ്കിൽ വ്യവസായങ്ങൾ ധാരാളം പശ്ചിമ ബംഗാളിലേക്ക് എത്തിക്കുവാൻ ഉതകുന്ന പദ്ധതികൾ ഈ സങ്കല്പ പത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ തൊഴിലവസരങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യം നൽകും. നമുക്കറിയാം കേരളത്തിലടക്കം ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളായി എത്തുന്നതിൽ ഭൂരിഭാഗവും ഉള്ളത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. അവിടെ തൊഴിൽ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ യുവജനങ്ങളിലേക്ക് കൂടുതൽ തൊഴിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ പ്രാപ്തമാക്കാൻ ഉതകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ പദ്ധതികളുടെ ഒരു വിശദീകരണം ഈ ബി.ജെ.പിയുടെ സങ്കല്പ പത്ര ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കർഷക ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളും ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം ക്രമസമാധാനവും സുരക്ഷയുമാണ്. അതിൽ അഴിമതി വിരുദ്ധവുമായി ബന്ധപ്പെട്ട, അതായത് ഈ പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നു കാട്ടുന്ന, അല്ലെങ്കിൽ ഭാവിയിൽ അത്തരം അഴിമതികൾക്ക് കൃത്യമായ വിലങ്ങിടുമെന്നുള്ള പ്രഖ്യാപനവും ഇതിലൂടെ ഉണ്ടാകും, ഈ സങ്കല്പ പത്രത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിർത്തിയിലെ സുരക്ഷയും പൗരത്വ ഭേദഗതി ഒക്കെ തന്നെ ഈ സങ്കല്പ പത്രത്തിൽ ഇടം പിടിക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാകും ഈ സങ്കല്പ പത്ര റിലീസ് ചെയ്യുക. ഇതിനൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷമായി മമതാ സർക്കാർ പശ്ചിമ ബംഗാൾ ഭരിക്കുന്നു. വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന് മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുമതി, തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ വേണ്ട എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ശാരീരികമായി പാർട്ടി പ്രവർത്തകരെ, ബി.ജെ.പി പ്രവർത്തകരെ നേരിടുന്ന അവസ്ഥയാണ് പശ്ചിമ ബംഗാളിലുള്ളത്. ഇത്തരം അവസ്ഥകളൊക്കെ തന്നെ മാറി അവിടെ വികസനത്തിനൊപ്പം സുരക്ഷയും ഒരുക്കുന്ന രീതിയിലുള്ള ഒരു സങ്കല്പം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. ബി.ജെ.പിയുടെ സങ്കല്പ പത്രയിൽ വികസനവും സുരക്ഷയും ഒരേപോലെ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി നന്ദൻ, എന്തായാലും അങ്ങനെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയുടെ പ്രകടന പത്രിക സങ്കല്പ പത്ര 2026 സങ്കല്പ പത്രയിൽ ഈ ബംഗാളിനെ മാറ്റിമറിക്കാനുള്ള എന്തൊക്കെ സങ്കല്പങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതെ, അതിൽ വികസനമുണ്ട്, സ്ത്രീ സുരക്ഷയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, അങ്ങനെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മമതാ സർക്കാരിന്റെ കീഴിൽ അവിടെ എന്തെല്ലാം അനീതികളാണ് നടക്കുന്നത് എന്നുള്ളത്. അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ, മാറ്റം അനിവാര്യമാണ്. തന്നെ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആശുപത്രിയിൽ പ്പെട്ട ഡോക്ടറുടെ ഒരു കാര്യമാണ്. അതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു മാനിഫെസ്റ്റോ കൂടിയായിരിക്കും ഇന്ന് പുറത്തിറക്കുക. പ്രതീക്ഷിക്കാം.